ഒരുപാട് വാക്കുകൾ കേട്ടിട്ടുണ്ട്. ഉം. ഒരുപാട് കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു നാണയത്തിന് ഇരുവശമുണ്ടെന്ന് പറയുന്ന പോലെ ഒരു വശത്ത് മൈത്രേയനെ സ്നേഹിക്കുന്നവരുണ്ട്, ഒരു വശത്ത് മൈത്രേയനെ കുറ്റം പറയുന്നവരുണ്ട്, തെറി പറയുന്നവരുണ്ട്. ആദ്യം തന്നെ ആരാണ് മൈത്രേയൻ? ലോകത്ത് മറ്റെല്ലാ ജീവികളെ പോലെ ഒരു ജീവി മാത്രമാണ്. ഈ പച്ചയ്ക്ക് സംസാരിക്കുന്ന വ്യക്തി, നിലപാടുകളോട് കാര്യം പറയുന്ന വ്യക്തി എന്നൊക്കെ കേട്ടിട്ടുണ്ട്, രാഷ്ട്രീയക്കാരെ ആണെങ്കിൽ പോലും. പക്ഷെ ഇത്രയും ഓപ്പണായിട്ട് ആരെയും പേടിയില്ലാതെ ഇങ്ങനെ ഓപ്പണായിട്ട് ഒരു മനുഷ്യൻ എങ്ങനെ പറയാൻ പറ്റും? നമ്മൾ പറയുന്ന കാര്യം വസ്തുത ആണെന്ന് ബോധ്യമുണ്ടെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റും. ആ. അതിനൊരു വിലയുണ്ട്. ആ. ആ വില കൊടുക്കാൻ തീരുമാനിക്കുന്ന ആളാണെങ്കിൽ പറയാൻ പറ്റും. എന്തുകൊണ്ട് മറ്റുള്ളവർക്കൊരു വില കൊടുക്കുന്നില്ല? അവർ രാഷ്ട്രീയക്കാരെ എടുത്തു നോക്കിയാൽ വില കൊടുക്കുന്ന വശങ്ങളുണ്ടാകും. പക്ഷേ എല്ലാ കാര്യങ്ങളും ഇപ്പം ഞാൻ വില കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അധികാരമുള്ള സ്ഥലങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ആ. അത് തന്നെ ആദ്യത്തെ ഒരു വിലയാണ്. ഓക്കെ. അതുപോലെ തന്നെ നാട്ടുകാർ, നമ്മൾ സാധാരണ പറയുന്ന നാട്ടുകാർ എന്ന് പറയുന്നവരുടെ അംഗീകാരം തേടി എന്തെങ്കിലും ഒരു സ്ഥാനമാനങ്ങൾ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ കൊടുക്കാനൊക്കത്തില്ല. മറ്റൊന്നുള്ളത്, ഈ അംഗീകാരം എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഈ സൗകര്യങ്ങൾ തീർത്തു തരുന്ന ലോകങ്ങളുണ്ട്. അവാർഡുകൾ, പൊന്നാടകൾ, ഇതൊക്കെയാണ്. ഇതൊന്നും വേണ്ടാന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അതാണ് അതിൻ്റെ വില. അങ്ങനെ ഒരു വേണ്ടാന്ന് തീരുമാനം എടുക്കാനുള്ള ഒരു കാരണം എന്താണ്? ഇത് പറയാൻ പറ്റത്തില്ല എന്നറിയുന്നുണ്ട്. അങ്ങനെ ഒരു അംഗീകാരം എടുത്ത ഞാനല്ലാതായി പോകും. നമ്മൾ ആ അംഗീകാരത്തിന് സീക്ക് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലായ കാര്യം സത്യസന്ധമായി പറയാൻ പറ്റാതെ വരും. കാരണം നമ്മൾ ആദ്യം നമ്മൾ ആലോചിക്കുന്നത് ഇത് പറഞ്ഞാൽ നഷ്ടങ്ങളുണ്ടാകും എന്നറിയുന്നു. അപ്പോൾ ആ നഷ്ടം വരുത്തി ജീവിക്കുക എന്ന് പറയുന്നത് ഒരു ചലഞ്ചാണ്, എളുപ്പമല്ല. ഞാൻ വർഷങ്ങളായിട്ട് അങ്ങനെയാണ്. അതിപ്പോൾ അങ്ങനെയൊക്കെ ആയിപ്പോയത് പല കാരണങ്ങളുണ്ടായിരിക്കും അങ്ങനെ ആയിപ്പോയത്. പക്ഷേ അത് ജീവിക്കണം. എന്ന് പറഞ്ഞാൽ നമുക്ക് ബോധ്യമാകുന്ന സമയത്ത് നമ്മൾ അതുവരെ ജീവിച്ചിരുന്നത് വിട്ടുപോയി തുടങ്ങുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നൊരു 4 തവണയെങ്കിലും ചെയ്തിട്ടുണ്ട്. ആ. എന്നാലും മൈത്രേയനെ ആത്മാർത്ഥമായി സ്നേഹിച്ചൊരു വ്യക്തിയെ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒന്ന് മാറ്റി നിർത്തൽ പറ്റുമോ? വീട് പിരിച്ചു വിടുന്നു. ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരെ ഞാൻ എപ്പോഴാണ് വിട്ടുകളഞ്ഞത്? ഈ പറഞ്ഞതിനകത്തുനിന്ന് അങ്ങനെ ഒരു അർത്ഥം എങ്ങനെയാണ് വരുന്നത്? ഭാര്യയെ വിട്ടിട്ടില്ലേ? ഭാര്യ ഉണ്ടായിട്ട് വേണ്ടേ വിടാൻ? എന്നാൽ ലിവിങ് ടുഗദറായിട്ട് ജീവിച്ച സമയത്ത് മൈത്രേയൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ വേറെ പിരിഞ്ഞപ്പം ഭാര്യ കരഞ്ഞു, അല്ലെ സങ്കടപ്പെട്ടു. ഭാര്യ കരഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭാര്യയോട് ചോദിക്കണം, അല്ലാതെ എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? എനിക്കൊരു ഭാര്യ ഒരു സമയത്തും ഉണ്ടാക്കിയിട്ടില്ല, ഞാൻ ഉണ്ടാകാനായിട്ട് അനുവദിച്ചിട്ടുമില്ല. ഞാൻ ഇണയാണ് ഉള്ളത്. ഇണകൾ അവർ തമ്മിൽ ജീവിക്കുന്ന സമയത്ത് അതുകൊണ്ട് എന്താണോ അർത്ഥമാക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ അതിന് പ്രസക്തിയില്ല. ഞാൻ കേട്ടൊരു കഥയുണ്ട്. കനികുസൃതി ലെറ്ററുമായിട്ട് അപ്പുറത്തെ ഒരു വീട്ടിലെ പയ്യനെ കൊടുക്കാൻ പോകുമ്പോൾ മുത്തശ്ശിയും മൈത്രേയനും എല്ലാം നിൽക്കുമ്പോൾ പറഞ്ഞു, നീ ഇവിടെ പോകുന്നൊരു ചോദ്യം ചോദിച്ചു. കനികുസൃതിയുടെ ഇൻ്റർവ്യൂ ഞാൻ അഭിമുഖത്തിൽ കണ്ടൊരു കാര്യമാണ്. അപ്പോൾ കനികുസൃതി പറഞ്ഞ അപ്പുറത്തോട്ട് പോവുക. അപ്പം പേടിച്ച് പറയുമ്പോഴും കനികുസൃതി വിചാരിച്ചത് വഴക്ക് പറയുന്നുള്ള ചിന്തയായിരുന്നു. പക്ഷേ ആ മുത്തശ്ശി അല്ലെങ്കിൽ മൈത്രേയൻ പറഞ്ഞൊരു മറുപടി, ജയശ്രീ പറഞ്ഞൊരു മറുപടി, ഇരുട്ടാണ്, ടോർച്ച് എടുത്തുകൊണ്ട് പോകും. അത് ജയശ്രീ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു മകളോട് അങ്ങനെ പറയുവാൻ പറ്റുമോ? ഇന്നത്തെ മാതാപിതാക്കൾ പറയുന്നില്ല. വീണ്ടും ജയശ്രീയോട് ചോദിക്കേണ്ട ഒരു ചോദ്യമല്ലേ അത്? ജയശ്രീയാണ് പറഞ്ഞത്. കണിശമായിട്ടും പറയാൻ പറ്റും. എന്തുകൊണ്ട് പറയാൻ പറ്റത്തില്ല? പാമ്പ് കടിക്കാതെ നോക്കണമെന്ന് പറയണ്ടേ? എന്നാലും അപ്പുറത്തൊരു പയ്യനെ ലെറ്റർ കൊടുക്കാൻ പോവുകയല്ലേ. അതിനകത്ത് തെറ്റെന്താ? കുഴപ്പമില്ല. അല്ല, അതിനകത്ത് തെറ്റെന്താണ്? അതായത് ഇന്നത്തെ ഒരു ചട്ടക്കൂട് വെച്ച് നോക്കും. ചട്ടക്കൂട് എന്ന് പറയുമ്പോൾ ഒരു മാതാപിതാക്കൾ എന്താണ് മെച്ചം? ഒരു നാട്ടിൻപുറത്ത് ഒരു മാതാപിതാക്കളെ എടുത്തു നോക്കുമ്പോൾ പുറത്തെ മാതാപിതാക്കളല്ലല്ലോ നമ്മള്. എന്നാലും മൈത്രേയനെ ഒരുപാട് പെൺകുട്ടികളെയും ഒറ്റമോൾ ഉള്ള പെൺകുട്ടികളെ അടിച്ചു വളർത്തുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇല്ല, ഒരു അടിച്ചു വളർത്തുന്ന ഇതൊക്കെ ഇയാൾ അറിഞ്ഞൂടാതെ പറയുകയാണ്. അതൊക്കെ നമ്മൾ വളർത്തുന്നു. അവൾക്ക് 12-13 വയസ്സായില്ലേ? അപ്പോൾ മറ്റു പയ്യന്മാരിൽ താല്പര്യം ഉണ്ടാകുന്ന കാലമാണ്. അത് വളരെ സ്വാഭാവികമാണെന്ന് അറിയേണ്ടതുണ്ട്. അതിനകത്ത് പറയേണ്ട ഒരു കാര്യമാണ്, ഇരുട്ടത്ത് നടക്കുമ്പോൾ അങ്ങനെ പേടിച്ചിട്ട് ചെയ്യേണ്ട കാര്യമില്ല, ലൈറ്റുമായിട്ട് പോയാൽ മതി എന്ന് പറയുന്നതാണ് വളരെ ശരിയായ. എനിക്ക് ജയശ്രീ പറഞ്ഞിട്ടുള്ളതിൽ ഏറ്റവും നല്ല വരികളിലൊന്നാണ്.